ഹലോ. മലയാളികളുടെ പ്രിയങ്കരിയായ നടി മീന. ഈ 50-ാം വയസ്സിലും യുവത്വം കാത്തുസൂക്ഷിക്കുന്ന മീനയുടെ മുഖത്ത് ഇന്നും ഒരു കുട്ടിത്തമുണ്ട്. മീന ഒരു അസാധാരണ നടിയൊന്നുമല്ല, പക്ഷേ അവർ ഒരു ഭാഗ്യ നടിയാണ്. മലയാളത്തിൽ മോഹൻലാലിനൊപ്പം അവർ അഭിനയിച്ച വർണ്ണപ്പകിട്ട്, ദൃശ്യം 2, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, നാട്ടുരാജാവ്, ഉദയനാണ് താരം, ബ്രോഡാഡി തുടങ്ങി എല്ലാ സിനിമകളും ഹിറ്റാണ്. കൂടാതെ കഥ പറയുമ്പോൾ മമ്മൂട്ടിയുടെ രാക്ഷസരാജാവ് അടക്കമുള്ള സിനിമകളും ഹിറ്റ്. തമിഴിൽ രജനീകാന്തിൻ്റെ മുത്തു മുതൽ കമൽഹാസൻ്റെ ഔവൈ ഷൺമുഖി വരെ എല്ലാം മെഗാ ഹിറ്റുകൾ. രാശിയുള്ള ഹീറോയിൻ എന്നൊരു വിശേഷണം അവർ നേടിയെടുത്തിട്ടുണ്ട്. പടത്തിൽ മീനയുണ്ടെങ്കിൽ മിനിമം ഗ്യാരണ്ടി എന്നതാണ് സ്ഥിതി. അന്നും ഇന്നും മീനയുടെ സാന്നിധ്യം സിനിമയെ ഹിറ്റാക്കി മാറ്റുന്നു. തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഏതാണ്ട് എല്ലാ സൂപ്പർ താരങ്ങളോടൊപ്പവും മീന അഭിനയിച്ചിട്ടുണ്ട്. ഒരു കൊച്ചുകഥ, ആരും പറയാത്ത കഥയിൽ മമ്മൂട്ടിയുടെ മകളായി അഭിനയിച്ച മീന പിന്നീട് രാക്ഷസരാജാവിൽ മമ്മൂട്ടിയുടെ കാമുകിയായി, ബാല്യകാല സഖിയിൽ ഇരട്ട വേഷത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയുമായി എന്നൊരു ചരിത്രവും മീനക്കുണ്ട്. ബാലതാരമായി കരിയർ ആരംഭിച്ച കാലം മുതൽ ഇന്നോളം അവർ സിനിമയിൽ സജീവ സാന്നിധ്യമാണ്. മീനയുടെ പിതാവ് തെലങ്കാന സ്വദേശിയും അമ്മ രാജമല്ലിക കണ്ണൂർ സ്വദേശിയുമാണ്. ബാംഗ്ലൂരു സ്വദേശിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വിദ്യാസാഗറെ 2009-ൽ മീന വിവാഹം കഴിച്ചെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖം മൂലം 2022-ൽ വിദ്യാസാഗർ അന്തരിച്ചു. 33-ാം വയസ്സിലായിരുന്നു മീനയുടെ വിവാഹം. മീനയുടെ വിജയത്തിനായി എന്നും കൂടെ നിന്ന ഒരാളായിരുന്നു വിദ്യാസാഗർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം മീനയ്ക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. ഒറ്റയ്ക്കായ മീനക്കും മകൾക്കും താങ്ങും തണലുമായി സുഹൃത്തുക്കളായ ഖുഷ്ബു, രമ്യ കൃഷ്ണൻ എന്നിവർ എപ്പോഴും ഉണ്ടായിരുന്നു. 5-ാം വയസ്സിൽ തുടങ്ങിയ അഭിനയ സബരിയ 50-ാം വയസ്സിലും അവർ തിളക്കത്തോടെ കൊണ്ടുപോകുന്നു. പക്ഷേ സമീപകാലത്തായി തന്നെക്കുറിച്ച് വരുന്ന ഗോസിപ്പുകളിൽ അവർ അസ്വസ്ഥയാണ്. തൻ്റെ 2-ാം വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ ഏറെ വേദനിച്ചുവെന്നും ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരാറുണ്ടെന്നും കലാട്ടെ തമിഴിന് നൽകിയ അഭിമുഖത്തിൽ അവർ പറഞ്ഞു. അതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതേക്കുറിച്ച് എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്നതിൽ തെറ്റില്ല. ഇതിപ്പോൾ വെറുതെ എഴുതുകയാണ്. ഞാനൊരു സ്ത്രീയാണ്, സെലിബ്രിറ്റിയാണ്, സിംഗിളാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതിവിടുന്നത്. എൻ്റെ സമയവും ആരോഗ്യവും എനർജിയും നെഗറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ താല്പര്യമില്ല. സന്തോഷത്തോടെ ഇരിക്കാനും പോസിറ്റീവായ കാര്യങ്ങൾ പങ്കുവയ്ക്കാനുമാണ് താല്പര്യം, മീന പറഞ്ഞു. മനസ്സിനെ ഏറെ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട വേദനയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരാൾക്ക് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഏറെ വേദനയുണ്ടാക്കുന്നതാണ്. ഒരു സെലിബ്രിറ്റിയായി എന്നതുകൊണ്ട് അവർ ഒരിക്കലും ഒരു സാധാരണ സ്ത്രീയിൽ നിന്ന് വ്യത്യസ്തയല്ല. മാനസികമായി ഈ വാർത്തകൾ അവരെ എത്രത്തോളം ബാധിക്കുന്നുണ്ടാവും, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ. എന്തായാലും കരിയറിൽ ഇനിയും നന്നായി മുന്നോട്ട് പോകാനും ജീവിതത്തിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാനും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.